ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമീമോ ഹോസ്പിറ്റലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് വരാനിരിക്കുന്ന ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഒരു ഫുൾ വിശേഷം നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുന്നേ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഭവാനിയുടെ ഒരു ഫസ്റ്റ് ഇൻട്രോ കാണിക്കുന്ന തന്നെ നമ്മുടെ ഭവാനി ഒരു ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു കൊട്ടേഷൻ ടീമിലെ ഒരാളെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സീനാണ് കേട്ടോ. അപ്പം ഒരു പുള്ളി ഇങ്ങനെ ജീപ്പിൽ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഭവാനി അയാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിനുശേഷം അയാൾ വന്ന് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പം ഭവാനി നിൽക്കുന്ന വന്നത് മുതൽ ഭവാനിയെ വാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ അച്യുതൻ പിന്നാലെ തന്നെ ഉണ്ട്. കാരണം വേറൊന്നുമല്ല, അച്യുതൻ ഭവാനിയെ ഈ വീട്ടിൽ തൊട്ട്, അതായത് നമ്മുടെ ഉണ്ണിയപ്പവും സേമിയ പായസവും ഒക്കെ ആയിട്ട് സൗഭാഗ്യ ഭവനിൽ ചെന്ന സമയത്ത് നമ്മുടെ ഭവാനിയെ കാണുകയും ആ വീട്ടിലുള്ള ആളാണ് ഭവാനി എന്നുള്ളതൊക്കെ നമ്മുടെ അച്യുതൻ തിരിച്ചറിഞ്ഞു. അപ്പൊ അച്യുതൻ ആകെ ഒരു ടെൻഷനാണ്. കാരണം ഇതിന്റെ കഥ ഇനിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഭൂമി ആരാണെന്നും ഭൂമി എങ്ങനെ നമ്മുടെ അച്യുതന്റെ കയ്യിലെത്തി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു കഥ ശരിക്കും അറിയാൻ പോണത് ഇന്നത്തെ എപ്പിസോഡിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ആ ഗുണ്ടാതല ആ കൊട്ടേഷൻ ടീമായ അയാളുടെ കൂടെ പറയുന്നുണ്ട്. അതായത് എനിക്ക് ഒരു കാര്യം അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, അപ്പം പറഞ്ഞോളൂ എന്ന് പറയാം. അപ്പൊ ഭവാനി പറയും, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സാഗറേട്ടനെ കൊല്ലാനിടയാക്കിയ ഈ നമ്മുടെ സത്യദാസിന്റെ മകളെ ഞാൻ കിഡ്നാപ്പ് ചെയ്ത ഒരു ദിവസം കൊണ്ടുവരിയിരുന്നു. കൊണ്ടുവന്നിട്ട് നേരെ അവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന മൂന്നാർ അവിടെയായിട്ടാണ് കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നിട്ട് ഈ കുട്ടി എങ്ങനെയെങ്കിലും കൊല്ലുക, കാരണം സത്യദാസിന്റെ കൂടെയുള്ള പ്രതികാരം ഭവാനിക്ക് തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ്. 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു കുഞ്ഞു കുരുന്നിനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അടച്ചിടാനായിട്ടോ. ഭവാനി വാടകയ്ക്ക് താമസിക്കുന്ന ആ വീട്ടില് ആ കുട്ടിക്ക് രാത്രി ഭക്ഷണം ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ആ കുട്ടി ഭയങ്കര കരച്ചിലാണ്. അപ്പൊ ഈ കഥയൊക്കെ ആ ഒരു കൊട്ടേഷൻ ടീം ഗുണ്ടയായ അയാളുടെ അടുത്ത് പറയണം. അപ്പൊ ആ കുട്ടിയെ എങ്ങനെ കൊല്ലും എന്നുള്ളതിനെ കുറിച്ച് ഭവാനിക്ക് ഒരു ഐഡിയ ഇല്ല. എങ്ങനെയാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിനെ ഹസ്ബൻഡ് മരിക്കുന്നതിനും ഞങ്ങളുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്നേക്കുമായിട്ട് നിലനിന്ന് പോയതിനും കാരണം സത്യദാസാണ്. അപ്പൊ സത്യദാസിന്റെ കുടുംബം എങ്ങനെയൊക്കെ ഇതാക്കാൻ പറ്റുമോ ആ രീതിയിൽ ഭവാനി ഓരോ പ്ലാൻ ചെയ്തു വരുന്നതാണ്. അങ്ങനെ ഭവാനി ആ കുഞ്ഞിന് പിറ്റേ ദിവസം ഫുഡൊക്കെ കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ആ കുഞ്ഞു കഴിക്കുന്നില്ല കേട്ടോ. ആ ദിവസം നമ്മുടെ അച്യുതൻ രാത്രിയിൽ, കാരണം ഈ അച്യുതൻ എന്ന് പറയുന്നത് അച്യുതന്റെ പഴയ അംബാസിഡർ കാറുമായിട്ട് ഇവർക്കുണ്ടായിരുന്ന ഫാർമസ്യൂട്ടിക്കലില് ഈ ഐറ്റംസ് ഡെലിവറി ചെയ്യാനൊക്കെ പൊക്കോണ്ടിരുന്ന ആളാണ്. അച്യുതൻ ആ ഒരു ഓട്ടം മാത്രമാണ് സത്യം പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പോൾ കമ്പനിയൊക്കെ പൂട്ടിക്കഴിഞ്ഞപ്പോൾ അച്യുതന് പണിയൊന്നുമില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ഭവാനിയെ കാണാനായിട്ട് വന്നേനെ, എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഭവാനി പറഞ്ഞു, എനിക്കിപ്പോ വലിയ രീതിക്കൊന്നും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല, അറിയാലോ സാഗരേട്ടൻ മരിച്ചു, കമ്പനി പൂട്ടിയിരിക്കുന്നു. അപ്പം നമ്മുടെ അച്യുതൻ ചോദിക്കും, അല്ല മേഡം അത് എപ്പോഴെങ്കിലും തുറക്കാൻ സാധ്യതയുണ്ടോ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അച്യുത, കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നതല്ലേ ഉള്ളൂ എന്ന് പറയും. അപ്പം നമ്മുടെ അച്യുതൻ പറയും, അല്ല മേഡം ഈ വണ്ടി കൊടുത്തിട്ട് വേറൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ടാക്സ് ആയിട്ട് ഓടിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ നോക്കട്ടെ, ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് അച്യുതന്റെ മടക്കി അയക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഭവാനി പിറ്റേ ദിവസം അച്യുതൻ വരുന്നുണ്ട്, അച്യുതനെ വിളിച്ചു വരുത്തുന്നുണ്ട്. വരുത്തിയിട്ട് ഭവാനി ഈ അച്യുതനെ കൊണ്ട് ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊല്ലാനുള്ള ഒരു പദ്ധതിയാണ് ആസൂത്രണം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് 15 ലക്ഷം രൂപ അച്യുതന് കൊടുക്കാമെന്നും ഭവാനി ഓഫർ ചെയ്യണം. അപ്പം അച്യുതൻ ആ കുഞ്ഞിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പിറ്റേ ദിവസം രാവിലെ വരുന്നുണ്ട്. അപ്പൊ വന്നു കഴിഞ്ഞിട്ട് അച്യുതൻ ആ കുഞ്ഞ് എവിടെയാ മേഡം എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കേണ്ടത് നല്ല ഓമനത്തുള്ള, നല്ല നമ്മൾ കണ്ടാൽ ഒന്ന് ലാളിച്ചു പോകും അത്രയ്ക്ക് ഒരു കുഞ്ഞ്, ഒരു പൂ പോലെ വിടർന്ന ഒരു കുഞ്ഞ്, അത്രയ്ക്ക് നല്ലൊരു കുഞ്ഞായിരുന്നു കേട്ടോ. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ് നമ്മുടെ അച്യുതന് തോന്നിയത്. അങ്ങനെ ആ കുഞ്ഞിനെ കൈ നീട്ടിയപ്പോൾ തന്നെ ആ കുഞ്ഞ് ചാടി വന്നു കേട്ടോ നമ്മുടെ ഭവാനിയുടെ കയ്യിൽ നിന്ന് അച്യുതന്റെ കയ്യിലോട്ട്. എന്നിട്ട് ഭവാനി പറയും, ഈ കുഞ്ഞിനെ ഏതെങ്കിലും മലയിലോ കുന്നിലോ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് തള്ളി താഴെയിട്ട് കൊല്ലുക, കാരണം ഈ കുഞ്ഞ് ജീവിച്ചിരിക്കാൻ പാടില്ല. താൻ അത് ചെയ്യുകയാണെങ്കിൽ 15 ലക്ഷം രൂപ തനിക്ക് ഞാൻ തരും എന്ന് പറയണം.
ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്യുതൻ ആലോചിക്കുകയാണ്, പൈസയുടെ അല്ല, ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ ഈ സ്ത്രീ ആ കുഞ്ഞിനെ മറ്റാരെങ്കിലും ഏൽപ്പിച്ച് ആ കൃത്യം ചെയ്യും എന്നത് ഉറപ്പായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യാം എന്ന പേരിലാണെങ്കിലും ആ കുഞ്ഞിനെ ഇങ്ങ് കൈപ്പറ്റാം. അങ്ങനെ ആ കുഞ്ഞിനെ മേടിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഒരു വിളിച്ചു വരുത്തിയ ആ ഒരു ഒരു കൊട്ടേഷൻ ആളിൻ്റെ അടുത്ത് പറയണ. അപ്പൊ അയാൾ ചോദിച്ചു, അല്ല മേഡം, ഞാൻ ഇതിലിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മുടെ ഭവാനി പറയുന്നുണ്ട്, അതായത് ഈ ടാക്സി ഓടിച്ചിരുന്ന ആളിന്റെ പേരാണ് പിന്നെ അച്യുതൻ. അയാൾക്ക് ഒരു അംബാസിഡർ കാറുണ്ട്. ആ ആളെ ഞാൻ ഈ അടുത്തായിട്ട് ഇവിടെ വെച്ച് കണ്ടു. എനിക്ക് അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, ആ കുഞ്ഞിനെ അയാൾ അന്ന് ആ പറഞ്ഞ സമയത്ത് കൊന്നായിരുന്നു എന്നുള്ളതൊന്ന് കൺഫേം ആക്കണം. അപ്പം മേഡത്തിനന്ന് ഈ കുഞ്ഞിനെ ഏൽപ്പിച്ച സമയത്ത് ഇയാള് കുഞ്ഞിനെ കൊന്നതായിട്ട് തെളിവൊന്നും തന്നില്ലേന്ന് ആ ഗുണ്ട ചോദിക്കുമ്പോൾ ഭവാനി പറയുന്നുണ്ട്, എനിക്കൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് അച്യുതൻ അത് ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു വീഡിയോ ആണ്. കുഞ്ഞിനെ ഇങ്ങനെ വണ്ടിയിൽ ഇടിക്കുകയും കുഞ്ഞ് വീണ് ബ്ലഡിൽ തല പൊട്ടി ഇങ്ങനെ ബ്ലഡൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു. കാരണം ഭവാനിക്ക് വിശ്വാസം വരണമല്ലോ, കുഞ്ഞിനെ കൊന്നു എന്നുള്ളത് ഒരു തെളിവ് വേണമല്ലോ. അത് വേണമെന്ന് ഭവാനി അച്യുതനോട് ആവശ്യപ്പെട്ടായിരുന്നു. അപ്പൊ ആ വീഡിയോയും ഈ ഗുണ്ടയെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അയാൾ പറഞ്ഞു, അല്ല ഇതിപ്പം എല്ലാം ഓക്കെ ആണല്ലോ, അപ്പൊ പിന്നെ ഇനി എന്താണ് എനിക്കുള്ള ജോലി എന്ന് പറയുമ്പോൾ ഈ അച്യുതൻ ഇപ്പൊ എവിടെയാണെന്നും ആ കുഞ്ഞിനെ അച്യുതൻ ശരിക്കും കൊന്നോ എന്നുള്ളതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അന്വേഷിച്ച് എനിക്ക് റിപ്പോർട്ട് തരണം എന്നുള്ളത് ഇങ്ങനെ പറയാണ്. അപ്പൊ അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞ്, ഓക്കെ ഞാനത് തിരക്കി പറയാൻ മേഡം എന്ന് പറയും. പക്ഷെ ഇവര് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ അച്യുതൻ മറിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അച്യുതൻ ആദ്യമേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ ഭവാനി അവിടെ വന്ന് നിന്ന സമയം മുതൽ അച്യുതൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കേൾക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സൗഭാഗ്യ ഭവനാണ്. അപ്പൊ അവിടെ നമ്മുടെ മുത്തശ്ശിയും ബാക്കി മുത്തശ്ശിയുടെ മക്കളും എല്ലാവരും ഇരിക്കുകയാണ്. നമ്മുടെ സംഗീതയുണ്ട്, പിന്നെ സംഗീതയുടെ ഹസ്ബൻഡ് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ഓരോ കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തായി നിന്റെ കമ്പനിയും കാര്യങ്ങളും ടയർ ഫാക്ടറി ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ സംഗീതയുടെ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ അർജുന്റെ അമ്മ, അതായത് സംഗീതയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, ഇനി മുതൽ നമ്മുടെ അർജുന്റെ ഈ കല്യാണം അഞ്ജനയായിട്ട് കഴിയണമെങ്കിൽ അമ്മേ നമുക്ക് അവനെ ഈ പോലീസ് ജോലിയിൽ നിന്ന് മാറ്റിപ്പിക്കാം. പോലീസ് ജോലിയൊന്നും വേണ്ട, അവന് വേണമെങ്കിൽ എൻ്റെ കമ്പനിയിൽ അസിസ്റ്റന്റ് ആയിട്ട് അവൻ വർക്ക് ചെയ്യട്ടെ, അസിസ്റ്റന്റ് മാനേജറായിട്ട്. അപ്പോൾ നമ്മുടെ സൗഭാഗ്യമ്മ ചോദിക്കും, ഓഹോ അപ്പോഴും നീ തലപ്പത്തിൽ നിന്ന് ഇറങ്ങില്ല അല്ലേ, അവന് സെക്കൻഡ് ഒപ്പീനിയനേ ഉള്ളൂ. അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സത്യദാസ് വരുന്നത്. അപ്പൊ സത്യദാസ് വന്നു കഴിയുമ്പോഴത്തേക്ക് നേരെ വരുന്നുണ്ട്. അപ്പൊ അമ്മയുടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അപ്പോൾ സത്യദാസിനെ കൊള്ളിച്ചു കൊണ്ട് നമ്മുടെ സംഗീതയുടെ ഹസ്ബൻഡ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതായത് നീ പാട്ടും പാടി നടക്കുകയാണോ, ഉത്തരവാദിത്വമൊന്നും ഇല്ലാത്ത രീതിയിലാണോ നടക്കണേ എന്നുള്ള രീതിയിൽ. അപ്പൊ സത്യദാസിന് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ സംഗീത പറയും, ചുമ്മാ വെറുതെ പറഞ്ഞതായിട്ടാ, കാര്യമാക്കണ്ടെന്ന് ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി അല്ല അമ്മ സൗഭാഗ്യമ്മ ചോദിക്കുന്നുണ്ട്, സത്യ നീ അർജുനനോട് പറഞ്ഞ കാര്യം എന്തായെന്ന് ചോദിക്കും. അപ്പൊ സത്യ പറയുന്നുണ്ട്, അമ്മ ഞാൻ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അവന്റെ മനസ്സൊന്ന് മാറി വരാൻ കുറച്ച് സമയം വേണ്ടി വരും. എടുപിടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു കല്യാണത്തിന് കാരണം അവന്റെ ആ പഴയ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും നമുക്കെല്ലാം അറിയാവുന്നില്ല. അപ്പൊ അതിൽ നിന്നൊന്ന് റിക്കവറായി വരേണ്ട ഒരു സമയം കൊടുക്കേണ്ടി വരും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഭവാനി വരും, അർജുനനാണോ സമയം കൊടുക്കേണ്ടത് അതോ അർജുനനോട് പറയാൻ പോയ ആളിനോടാണോ സമയം കൊടുക്കേണ്ടതെന്ന് ചോദിക്കും. ഒരു ഭീഷണി സ്വരത്തിലാണ് ഭവാനി ചോദിക്കുന്നത്. സത്യദാസ് ഒന്നും മിണ്ടില്ല. അപ്പോഴേക്കും നമ്മുടെ സൗഭാഗ്യമ്മ പറയും, ഭവാനി ഇപ്പൊ ഇവിടെ വേറെ ഒരു രീതിയിൽ കൊള്ളിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊന്നും ഇവിടെ വേണ്ട, ഇവിടെ നമ്മുടെ വിഷയം അതല്ല, അതുകൊണ്ട് ആ സംസാരം നീ അങ്ങ് നിർത്തിയരേന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അർജുൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട ശേഷം പിന്നെ സൗഭാഗ്യമ്മയും മക്കളും, അതായത് ഭവാനി അങ്ങ് പോവാണ്. അഞ്ജന ഇപ്പൊ വരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അഞ്ജന വരും, ഉടനെ തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് ഭവാനി പോവാണ്. പിന്നെ സംഗീതയുടെ ഹസ്ബൻഡും സത്യയും എല്ലാവരും കൂടെ അമ്മയായിട്ട് ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മ ചോദിക്കുന്നുണ്ട് സത്യയുടെ അടുത്ത്, സത്യ നീ നിന്റെ കമ്പനിയും ആ റിസോർട്ടൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടോ, അവിടെ നീ പോകാറുണ്ടോ? അപ്പൊ സത്യ പറയും, ഞാൻ പോവാറില്ല അമ്മ, അവിടെയൊക്കെ മാനേജറുണ്ട്, അവര് കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ എന്ന് പറയും. അത് നന്നായി. എടാ നീ എന്താടാ ഒരു ഉത്തരവാദിത്വം ഇല്ലണ്ട. അപ്പൊ സത്യ പറയും, അമ്മേ ഞാൻ 22 വർഷമായി പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. എൻ്റെ ഭാര്യയും എൻ്റെ 2.5 വയസ്സായ എൻ്റെ മകളും നഷ്ടപ്പെട്ടത് പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവരൊക്കെ തന്നെയാണ് എന്ന രീതിയിൽ സത്യ പറഞ്ഞു. അപ്പൊ സൗഭാഗ്യമ്മ പറഞ്ഞു, മോനെ നീ കുറച്ചും കൂടെ ഒരു പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണം
നമുക്കറിയാം എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ വന്ന ഏറ്റവും വലിയൊരു ദുരന്തം തന്നെയാണ് സാഗറിന്റെ മരണം, നിന്റെ ഭാര്യയുടെയും മകളുടെയും തിരോധാനം. ഇതൊക്കെ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എങ്കിലും നീ കാര്യങ്ങൾ കുറച്ചും കൂടെ ഉൾക്കൊള്ളണമെന്നൊക്കെ പറഞ്ഞ് സൗഭാഗ്യമ്മ ഉപദേശിക്കുന്നുണ്ട് നമ്മുടെ സത്യ. പക്ഷെ സത്യ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഇത്രയും വർഷമായിട്ടും എൻ്റെ ഭാര്യയും മകളെയും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല, ആ അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ടാക്സി ഇങ്ങനെ ഒന്ന് ഹോൺ അടിച്ച് അവര് വീട്ടിലോട്ട് കയറി വരികയാണ്. അപ്പൊ അതില് വേറെ ആരുമല്ല, നമ്മുടെ അഞ്ജന കയറി വരികയാണ് കേട്ടോ. അപ്പൊ അഞ്ജന വരുന്ന ആ ഒരു സീനോട് കൂടി നമ്മുടെ ഇന്നത്തെ ഫുൾ എപ്പിസോഡിന്റെ അത് വൈൻഡപ്പ് ആവുകയാണ് കേട്ടോ. അപ്പൊ ഏകദേശം സീനും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പൊ നാളത്തെ സ്റ്റോറിയിൽ കാണിക്കുന്നത് ഇനിയിപ്പോ അഞ്ജന നമ്മുടെ അർജുനോട് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അജയ്ക്ക് അങ്ങനെ അത്ര വലിയ ഒരു ഇതൊന്നും തോന്നുന്നില്ല. എന്നാലും കാരണം അങ്ങനെ മൈൻഡിലോട്ട് അങ്ങനെ അഞ്ജനേനെ ആ ഒരു ഇതിൽ കാണാനായിട്ട് അജയ്ക്ക് അങ്ങനെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു രീതിയിലാണ്. പിന്നെ നമ്മുടെ അച്യുതൻ നമ്മുടെ ഭൂമിയോട് പറയുന്നുണ്ട്, നമുക്ക് ഇവിടം വിട്ടു പോയാലോ. കാരണം അച്യുതന് ഒരു വളരെ പേടിയായിരിക്കുകയാണ്. കാരണം തൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ തൻ്റെ മകളെ തനിക്ക് നഷ്ടപ്പെടുമോ. ഭവാനി ആ ഒരു ഗുണ്ടയൊക്കെ ഏൽപ്പിച്ചൊക്കെയാണ്, അതൊരു കൊട്ടേഷൻ വലിയൊരു ടീമാണ്. അപ്പൊ അവര് കാരണം തൻ്റെ കുടുംബം ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഭയപ്പാടൊക്കെയാണ്. അപ്പൊ അതൊക്കെ നാളെ വരുന്ന ഒരു എപ്പിസോഡിലാണ് കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേൾക്കുക. നിങ്ങളുടെ ഒരു നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സ്കിപ്പ് അടിക്കാണ്ട് തന്നെ കാണുക കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.